ചെറുപ്പക്കാരോട് മോനെ ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? സന്തോഷമുണ്ടാകുമ്പോഴല്ല, കോമഡി കേൾക്കുമ്പോഴല്ല, മക്കളുടെ കളി കാണുമ്പോഴല്ല. ജീവിതത്തിലെ മനസ്സറിഞ്ഞിട്ട് ചിരിക്കേണ്ട ഒരേ ഒരു സമയമുണ്ടോ? അതെപ്പോഴെന്നറിയുവോ? അതെപ്പോഴെന്നറിയുവോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. എപ്പോഴെപ്പോഴും നിന്റെ ഉമ്മ നിന്നോട് പറയുമല്ലോ, മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. ഉമ്മ എപ്പോഴും പറയുമല്ലോ, പടച്ചവനെ റബ്ബേ, ഉമ്മയോട് തിരിച്ചു ചോദിക്കണം, ചെറുപ്പക്കാരോ, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ ഉമ്മ വല്ലാതെ ചിരിച്ചു മോനെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയില് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്ന നിന്റെ വാപ്പ, ആ വാപ്പയുടെ മുന്നില് നേഴ്സ് നിന്നെ കൊണ്ടുവന്നിട്ട് ഇതാണ് മകനെന്ന് കാണിച്ചു കൊടുത്തപ്പോ അതുവരെ കരഞ്ഞ വാപ്പയുണ്ടല്ലോ, നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചടാ പൊന്നുപോര്. അപ്പോഴ് നീ കരയുകയായിരുന്നടാ. ഞാനും നിങ്ങൾ കരഞ്ഞപ്പോ പെറ്റ ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചുകൊണ്ടാ തന്നത്, വാപ്പയും ചിരിച്ചുകൊണ്ടാ നമ്മളെ എടുത്തത്. അതുകൊണ്ട് മോനെ കവി പറയുകയോ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വീട്ടണേ മോനെ. എന്നിട്ട് കവി പറയുകയാ, എങ്ങനെയാ പകരം വീട്ടേണ്ടത്? വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ഈ വഅദ് പറയുന്ന സിറാജങ്ങാട് ഇന്ന് ഈ നിൽപ്പിലങ്ങ് വീട് മരിച്ചുപോയാ ആരെങ്കിലും എന്നെ കൊണ്ടുപോകുമല്ലോ. എന്നെ കാത്തിരിക്കുന്ന എന്റെ വീട്ടിലേക്ക് ഒരു ആംബുലൻസിനകത്തെടുത്തിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോവുകയാ. എന്തൊരു തിരക്കെന്നറിയുവോ? നാളെ എന്റെ വീട്ടിൽ എന്തൊരു ജനസാഗരമെന്നറിയോ? അല്ലാഹുവേ, കരച്ചലിന്റെ ശബ്ദമാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ മുന്നിലിരുന്ന് കരയുകയാ. എന്റെ പൊന്നുമോൻ എന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്നു വാപ്പാ എന്ന് വിളിച്ച് കരയുകയാ. എന്റെ കൂടപ്പറപ്പ് കരയുകയാ. എന്റെ കൂട്ടുകാര് കരയുകയാ. ഏറ്റവും കൂടുതൽ കരയുന്നതാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നെ. മോനെ സിറാജ്, എനിക്ക് മുമ്പേ പോയല്ലോടാ, എനിക്ക് മുമ്പേ പോയല്ലോടാ. എന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ടവനായിരുന്നല്ലോ. ഇന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു ഗതി എനിക്ക് അല്ലാഹു തന്നല്ലോ. മോനെ, ഇനി എന്നാടാ കാണുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചിരിക്കണ്ടതന്നാടാ. നിന്നെ കാണാൻ വരുമടാ. കരുനാഗപ്പള്ളിയിലെ നിന്നെ ഏറ്റവും വലിയ ശത്രുവും നിന്നെ കാണാൻ വരും മോന്. നിന്നെ കളിയാക്കിയവനും പരിഹസിച്ചവനും നാണം കെടുത്തിയവനും ഇല്ലാത്തത് പറഞ്ഞിട്ട് നിന്നെ പടച്ചവനെ തേജോബലം ചെയ്തവനും നിന്നെ കാണാൻ വരുമടാ. വീടിന്റെ വെളിയിൽ മയ്യത്ത് കാണാൻ നിരന്നു നിൽക്കുമ്പോ ആ വരിയിൽ നിന്നിട്ടും നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് നിന്റെ മുഖത്ത് കിടക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്നെ പുതച്ച് കിടത്തിയിരിക്കുന്നു. നിന്റെ മുഖത്ത് നിന്ന് വെള്ളത്തുണി അങ്ങോട്ട് ഉയർത്തുമ്പോ നിന്റെ ശത്രു പോലും പറയണമല്ലോ, എന്തൊരു ചിരിയാല്ലോ, ഇവന്റെ മുഖത്ത് എന്തൊരു പ്രകാശമാല്ലോ. എനിക്കും തരണേ അല്ലോ, ഇതുപോലെ ഒരു മരണം എനിക്കും തരണേ അല്ലോ. നിൻ ശത്രു പോലും നിന്റെ മുഖത്ത് നോക്കിയിട്ട് ദുആ ചെയ്യണമടോ. ഈ പാതിരാത്രി അല്ലാഹുവിന്റെ ഖുർആനോതുമെന്ന് തീരുമാനമെടുത്ത യുവത്വേ, മോനെ, എല്ലാരും കരയുന്ന ദിവസം ചിരിക്കാറുള്ള ഭാഗ്യവാ. നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവര് മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. പോകുന്നവരെ മുഴുവനും പറഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു മരണം വേടോ. ഖുർആനോദിയാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലവാ. നാല് ആഗതം പറയുന്നത്
കേൾക്കാൻ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമോ. സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് ഇവന് വലിയവനാണെന്ന് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമോ. പക്ഷേ അതല്ലടാ കേൾക്കേണ്ടത്. സ്വാഗതം പറയുന്നത് കേൾക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? സ്വാഗതം പറയുന്നത് കേൾക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? മോനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ ജാബിർ തങ്ങൾ പറയുകയോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണവേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോ കണ്ണ് നിറയുമ്പോ മനക്കുൽ മുത്ത് പറയണമെന്നോര്. അതാ നിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, കരയുന്ന നിന്നോട് ചോദിക്കുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതാ മലക്ക് പറയുന്നു, കരയില്ലേ, നോക്കടാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ. എന്തിനെന്നറിയുവോ? നിന്നെ സ്വീകരിക്കാരോ, നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാരോ. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവേ, മലക്കുകൾ സ്വാഗതം പറയുകയോ. അഞ്ചാമത്തെ പ്രതിഫലം കേൾക്കടോ. ഒരേ ഒരായത്തിന്റെ പ്രതിഫലമാ പറയുന്നത്. നാളെ കുരന്റെ സമയത്ത് നിന്നെ കുളിപ്പിക്കുകയോ, വെള്ളത്തുണിയിൽ ധരിപ്പിക്കുകയോ, 3 കഷ്ടം തുണിയിൽ നിന്നെ പൊതിഞ്ഞിട്ട് ശരീരത്തെ സുഗന്ധമടിച്ചു പള്ളിയിലെ ഉസ്താദ് വന്ന് ദുആ ചെയ്തു ഇന്ന് വരെ കേറാത്ത മയ്യത്ത് കട്ടിലേക്ക് നിന്നെ എടുത്തു വെക്കുകയോ. റബ്ബേ, 6 പേര് ചുമക്കുകയാണ്. വീടിന്റെ മുന്നിൽ നിൽക്കുന്ന മയ്യത്ത് കട്ടിലെടുത്ത് തോളിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവിടത്തെ പള്ളിയിലേക്ക് നിന്റെ ജനാസ ചുമക്കുകയാ. ആരാവാപ്പാ ചുമക്കേണ്ടത്? കള്ളുകുടികളോ, പെണ്ണുപിടിയനോ, പലിശ തിന്നുന്നവരോ, നിസ്കരിക്കാത്തവനോ, അഹങ്കാരിയോ, ലോട്ടറി എടുക്കുന്നവനോ? ആരാ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവന്, ഖുർആനിനെ സ്നേഹിക്കുന്നവന്. പെങ്ങളെ ചുമക്കുന്നത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകളാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് കെട്ടിൽ തോളിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമക്കണ്ടേ മോര്. മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമടോ, മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമടോ. 6ാമത്തെ പ്രതിഫലമെന്ത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഇബ്നു ഹജർ തങ്ങൾ പറയുകയാ, 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഖബർ കുടിക്കുന്ന മനുഷ്യൻ ഈ സദസ്സിലുണ്ടാകുമല്ലോ. ഈ നാട്ടിലെ ഖബർ വെട്ടുന്നവനെ നിനക്കറിയാമല്ലോ. ചോദിക്കടാ പൊന്നുമോന്, ചോദിക്കു ചെറുപ്പക്കാരാ, ചോദിക്കുവാപ്പോ. ആരെയെങ്കിലും ഖബറടക്കാൻ കുഴിവെട്ടിയപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? മണ്ണിന് സുഗന്ധമുണ്ടായിട്ടുണ്ടോ? മണ്ണിന് സുഗന്ധമുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവന് നിനക്ക് ഖബർ വെട്ടുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ സിംഹാസനം പോലെ കുലുങ്ങിപ്പോയി പോര്. ആ മനുഷ്യൻ മരിച്ചപ്പോഴാടാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിപ്പോയത്. എല്ലാരും കനന്ന ദിവസമാ. അന്ന് മുഖത്ത് വല്ലാത്ത പുഞ്ച.